Hi friends, welcome to today's chemistry class Biomolecules part 6. Last part ആണ് Biomoleculesന്റെ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലത് ന്യൂക്ലിക് ആസിഡ് എന്താണ് നമുക്ക് പഠിക്കാം. Nucleic acid. Nucleic acid is an important class of macromolecules found in all cells and virus. The function of nucleic acid have to do with the storage and expression of genetic information. DNA നമുക്ക് എല്ലാവർക്കും നിങ്ങൾ കേട്ടിട്ടുണ്ട്. DNA എന്താണ്? DNAയുടെ ഫുൾ ഫോം deoxyribonucleic acid. DNA encodes the information the cell needs to make proteins. Okay, DNA nucleic acid എന്ന് പറഞ്ഞാൽ important class of macromolecules found in all cells ആണ്. There are two types of nucleic acid. രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് DNA. DNA രണ്ടാമത്തെ ന്യൂക്ലിക് ആസിഡ് ആണ് RNA. DNAയുടെ ഫുൾ ഫോം deoxyribonucleic acid. ഓർത്തിരിക്കുക, deoxyribonucleic acid. DNA എന്ന് പറയുന്നത് ജെനറ്റിക് മെറ്റീരിയൽ ആണ്. ജെനറ്റിക് മെറ്റീരിയൽ. അതുപോലെ RNAയുടെ ഫുൾ ഫോം എന്താണ്? റൈബോന്യൂക്ലിക് ആസിഡ്. നമ്മള് രണ്ട് ടൈപ്പ് ന്യൂക്ലിക് ആസിഡ് ആണ്, DNA ആൻഡ് RNA. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. The distribution of nucleic acid in the cell. DNA is found in the nucleus. എവിടെയാണ് DNA കാണുന്നത്? ന്യൂക്ലിക് ആസിഡ് രണ്ടെണ്ണമാണ്, DNAയും RNAയും. DNA കാണപ്പെടുന്നത് ന്യൂക്ലിയസിനകത്താണ്. With a small amounts in mitochondria and chloroplast. എന്നാൽ RNA is found throughout the cell. RNA എവിടെയും കാണാം, എന്നാൽ സെല്ലിനകത്ത് എവിടെ കാണാം. എന്നാൽ DNA എന്ന് പറയുന്നത് ന്യൂക്ലിയസിനകത്താണ് കാണപ്പെടുന്നത്. ഓക്കെ, ന്യൂക്ലിക് ആസിഡ് സ്ട്രക്ചർ. ന്യൂക്ലിക് ആസിഡ്സ് ആർ പോളിന്യൂക്ലിയോടൈഡ്സ് ആണ്. പോളിന്യൂക്ലിയോടൈഡ്സ്. ദർ ബിൽഡിംഗ് ബ്ലോക്സ് ആർ ന്യൂക്ലിയോടൈഡ്സ്. പോളിന്യൂക്ലിയോടൈഡ്സിന്റെ അനേകം ന്യൂക്ലിയോടൈഡ്സ് കൂടി ചേർന്നാണ് പോളിന്യൂക്ലിയോടൈഡ്സ് ഉണ്ടായിരിക്കുന്നത്. ന്യൂക്ലിക് ആസിഡ്സ് ആർ പോളിന്യൂക്ലിയോടൈഡ്സ്. ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ പോളിന്യൂക്ലിക്, അത് അനേകം ന്യൂക്ലിയോടൈഡ്സ് കൂടി ചേർന്നാണ് ന്യൂക്ലിക് ആസിഡ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ന്യൂക്ലിക് ആസിഡ് ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയും. ദാറ്റ് ഈസ് long chain like molecules composed of a series of nearly identical building blocks called nucleotides. Each nucleotide consists of a nitrogen containing aromatic base attached to a pentose sugar. ഇവിടെ ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമുക്കൊന്ന് മനസ്സിലാക്കാം. എല്ലാ ന്യൂക്ലിയോടൈഡ്സും കൺസിസ്റ്റ് ഓഫ് നൈട്രജൻ ഉണ്ട് അവിടെ. നൈട്രജൻ കണ്ടെയ്നിങ് അരോമാറ്റിക് ബേസ് അറ്റാച്ച്ഡ് ടു എ പെൻഡോസ്. പെൻഡോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെക്സോസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ? ഷുഗറാ. പെൻഡോസ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ ഉള്ള ഒരു ഷുഗറാണ്. 5 കാർബണുള്ള ഷുഗറിനകത്തോട്ട് നൈട്രജൻ അടങ്ങിയിരിക്കുന്ന ഒരു അരോമാറ്റിക് ബേസ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ന്യൂക്ലിയോടൈഡ്സിനകത്ത്. വിച്ച് ഈസ് ഇൻ ടേൺ അറ്റാച്ച് ടു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പും അവിടെ ഉണ്ട്. ഇപ്പൊ നമുക്കിവിടെ കാണാം ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരൊക്കെ കൂടി ചേർന്നാണ്? ഫോസ്ഫേറ്റ്, ഷുഗർ, റൈബോസ് ഓർ ഡിയോക്സി റൈബോസ് ആകാം. ബേസ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ അടങ്ങിയ അരോമാറ്റിക് റിംഗ് ആണ് അവിടെ ബേസ് എന്ന് പറയുന്നത്. പ്യൂരിൻസ്, അഡിനിൻ, ഗ്വാനിൻ ഉണ്ട്. പിരിമിഡിൻസ് ടൈപ്പ് അനുസരിച്ച് നൈട്രജനും അതിന്റെ ഹെട്രോസൈക്ലിക് റിംഗും അനുസരിച്ചാണ്. സൈറ്റോസിൻ, തൈമിൻ, യുറാസിൽ. നമുക്ക് ബേസ് രണ്ടടിച്ചിരിക്കും, പ്യൂരിൻസും പിരിമിഡിൻസും. അതായത് ബേസ് 5 ഏതൊക്കെയാണ്? അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ, യുറാസിൽ. ഈ ബേസും ഷുഗറും ഫോസ്ഫേറ്റും കൂടെ കൂടി ചേർന്നാണ് ന്യൂക്ലിയോടൈഡ്സ്. അന്നേരം ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ പോളിന്യൂക്ലിയോടൈഡ്സ് ആണ്. ഈ ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയുണ്ട് ഘടകങ്ങൾ? ഫോസ്ഫേറ്റ്, ഷുഗർ, ബേസ്. ഓക്കെ, ആ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൈട്രജൻ അടങ്ങിയ അരോമാറ്റിക് റിംഗ് ആണ്. ഇവിടെ നമുക്ക് 5 ബേസുകൾ കാണാം: അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ, യുറാസിൽ. ഓക്കെ, ഇതാണ് ന്യൂക്ലിയോടൈഡ് സ്ട്രക്ചർ. The sugar phosphate backbone. ഇവിടെ ഫോസ്ഫേറ്റും ഷുഗറും തമ്മിൽ ബാക്ക്ബോൺ ആയി നിൽക്കുകയാണ്. The nucleotides are all oriented in the same direction. The phosphate group joins the 3rd carbon of one sugar to the 5th carbon of the next line. എന്നിട്ട് നമ്മൾ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് joins the 3rd carbon of one sugar to the 5th carbon of the next to the line. നമ്മളിങ്ങനെ സീക്വന്റ് ആയിട്ട് ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക്ബോൺ നിൽക്കുകയാണ്. Complete hydrolysis of DNA or RNA
ഇതിനെ DNA RNA നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് പെന്റോ ഷുഗർ കിട്ടും, ഫോസ്ഫോറിക് ആസിഡ് കിട്ടും, അതുപോലെ നൈട്രജൻ കണ്ടെയ്നിങ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് കിട്ടും. ആ നൈട്രജൻ കണ്ടെയ്നിങ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സിനെയാണ് എന്ത് പറയുന്നത്? ബേസ് എന്ന് പറയുന്നത്. ഈ ബേസ് ഇങ്ങനെ ഹൈഡ്രോളിസിസ് മുഖാന്തരം ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നാണ് നമുക്ക് എന്തുണ്ടായിരിക്കുന്നത്, ഈ നമ്മുടെ DNA RNA അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടായിരിക്കുന്നത് മനസ്സിലാക്കാം. In DNA molecule, the sugar is beta-D2-deoxyribose, where in RNA molecule it is beta-D-ribose. Okay? ഇവിടെ ഷുഗർ DNA മോളിക്യൂൾ ഷുഗർ എന്ന് പറഞ്ഞാൽ beta-D2-deoxyribose, beta-D-deoxyribose. അതുപോലെ ഇവിടെ beta-D2-deoxyribose RNA മോളിക്യൂൾ ഇറ്റ് ഈസ് beta-D-ribose. അങ്ങനെ പലതരത്തിലുള്ള ഇതാണ് കാണുന്നത്. beta-D-riboseും beta-D2-deoxyriboseും നമുക്കിവിടെ കാണാൻ പറ്റും. റൈബോസ് എന്ന് പറഞ്ഞാൽ ഇസ് എ പെൻഡോസ്. റൈബോസ് ഇസ് എ പെൻഡോസ്. റൈബോസ് ഡിയോക്സിറൈബോസ്. എന്താണ് റൈബോസും ഡിയോക്സിറൈബോസും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കിക്കേ. ഇവിടെ എല്ലാം നമുക്കിവിടെ ഇവിടുത്തെ COH അടുത്ത റൈബോസിനകത്ത് രണ്ടാമത്തെ കാർബൺ, ഇവിടെ OH താഴോട്ടാണ്. ഇവിടെ എന്താണ് രണ്ടും H ആണ് വന്നിരിക്കുന്നത്. അതേ ഇവിടെ വ്യത്യാസം നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളൂ. റൈബോസും ഡിയോക്സി റൈബോസിനകത്തും ഈ കാർബണിന്റെ കോൺഫിഗറേഷനിൽ വ്യത്യാസം വരുന്നു. കാർബണിൽ നിന്ന് ഇവിടെ 2 ഹൈഡ്രജനാണ് ഡിയോക്സി റൈബോസിനകത്ത് കാർബണിൽ നിന്ന് ഹൈഡ്രജനും ഒരു OHും വന്നിരിക്കുന്നു. ഓക്കെ, ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ റൈബോസ് ആൻഡ് ഡിയോക്സി റൈബോസ്. ഇനി DNA എന്ന് പറഞ്ഞാൽ DNAയും RNAയും ക്കകത്തും ബേസ് ഉണ്ട്, നൈട്രജൻ അടങ്ങിയ റിംഗ് ഉണ്ട്. ആ ബേസ് DNAക്കകത്ത് അടങ്ങിയിരിക്കുന്ന ബേസസ് എന്ന് പറഞ്ഞാൽ അഡിനിൻ. 4 ബേസ് ഉണ്ട്. അഡിനിൻ ക്യാപിറ്റൽ A വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഗ്വാനിൻ G, സൈറ്റോസിൻ C ആൻഡ് തൈമിൻ T. RNA ഓൾസോ കണ്ടെയ്ൻ 4 ബേസസ്. RNAയും 4 ബേസ് അടങ്ങിയിട്ടുണ്ട്. The first 3 bases are same as in DNA, but the fourth one is uracil. RNAക്കകത്ത് അടങ്ങിയിരിക്കുന്ന ബേസ് ആണ് യുറാസിൽ. RNAക്കകത്ത് അടങ്ങിയിരിക്കുന്നതാണ്. എന്നാൽ DNAക്കകത്ത് ഏതൊക്കെയാണ്? അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് തൈമിൻ. RNAക്കകത്ത് ഫസ്റ്റ് 3 bases are same as in DNA, but the fourth one is uracil. RNAയുടെ വ്യത്യാസം യുറാസിലാണ് RNAക്കകത്ത് അടങ്ങിയിരിക്കുന്നത്. A unit formed by the attachment of a base to one position of sugar is known as nucleoside. Nucleoside ആണ് നമ്മളിവിടെ കാണുന്നത്. A unit formed by the attachment of base to one position of sugar is known as nucleoside. അതുപോലെ in nucleoside the sugar carbon are numbered as 1, 2, 3, etc. in order to distinguish these from the bases. When nucleoside is linked to phosphoric acid at 5th position of sugar moiety, we get nucleotide. ഇവിടെ രണ്ടും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ 5ാമത്തെ പൊസിഷനകത്ത് ഒരു ഫോസ്ഫേറ്റ് ലിങ്ക് ആണ് ന്യൂക്ലിയോടൈഡിനകത്തുള്ളത്. അതാണ് അവിടെ വ്യത്യാസം കാണുന്നത്. ഇതാണ് സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയോസൈഡ് ആൻഡ് ന്യൂക്ലിയോടൈഡ്. നമുക്കിവിടെ കാണാൻ സാധിക്കും. When nucleoside is linked to a phosphoric acid at 5th position, we get a nucleotide. ഈ ന്യൂക്ലിയോടൈഡിനകത്ത് 5ാമത്തെ പൊസിഷനകത്ത് ഒരു ഫോസ്ഫേറ്റ് റിങ് അല്ലെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ് അവിടെ ലിങ്ക് ചെയ്തിരിക്കുന്നു. അതാണ് വ്യത്യാസം ഇവർ രണ്ടും തമ്മിലുള്ളത്, ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോടൈഡും. ഇനി ഫോർമേഷൻ ഓഫ് ഡൈന്യൂക്ലിയോടൈഡ് നമുക്കറിയാം. ഇതിനകത്ത് തുടങ്ങിയിരിക്കുന്നത് എന്താണ്? ഒരു ന്യൂക്ലിയോടൈഡ് ഷുഗർ, ബേസ്, ഫോസ്ഫേറ്റ് അല്ലെ. അങ്ങനെ രണ്ടുപേരും കൂടി ചേരുമ്പോൾ അവര് ഫോസ്ഫോ ഡൈ എസ്റ്റർ ലിങ്കേജ് ഉണ്ടാകുന്നു. രണ്ട് ന്യൂക്ലിയോടൈഡ്സിനകത്തുള്ള ഒരു ന്യൂക്ലിയോടൈഡിനകത്തുള്ള ഏതൊക്കെയാണ് കമ്പോണന്റ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഷുഗർ, ബേസ്. 2 എണ്ണം ഉണ്ട്. 2 എണ്ണം കൂടെ കൂടി ചേരുമ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഫോസ്ഫോ ഡൈ എസ്റ്റർ ലിങ്കേജ് മുഖാന്തരമാണ് ഇതും ലിങ്ക് ചെയ്യും, 2 ന്യൂക്ലിയോടൈഡ്. അതാണ് ഡൈന്യൂക്ലിയോടൈഡ്, ഫോർമേഷൻ ഓഫ് ഡൈന്യൂക്ലിയോടൈഡ്. നമുക്ക് ന്യൂക്ലിക് ആസിഡിന്റെ ചെയിൻ നമുക്കിവിടെ പറയാൻ പറ്റും. സിംപ്ലിഫൈഡ് വേർഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ് ചെയിൻ നമുക്ക് പറയാം. ഷുഗർ, ബേസ്, ഫോസ്ഫേറ്റ്. അടുത്തത് ഷുഗർ, ബേസ്, ഫോസ്ഫേറ്റ്. ഇത് പോളി ന്യൂക്ലിയോടൈഡ് അല്ലെ. പോളി ന്യൂക്ലിയോടൈഡ് നമ്മൾ അനേകം ന്യൂക്ലിയോടൈഡ്സ് കൂടി ചേരുന്നത്. ഒരു ന്യൂക്ലിയോടൈഡിനകത്ത് എന്തുണ്ട്? ഷുഗർ, ബേസ്, ഫോസ്ഫേറ്റ്. അതിന് അനേകം എണ്ണം, അതാണ് N ടൈംസ് പറയുന്നു. അനേകം എണ്ണം കൂടി ചേർന്ന്
പോളിന്യൂക്ലിയോടൈഡ്. ആ പോളിന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് വരുന്നത് ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, DNA, RNA. നമുക്കിവിടെ രണ്ട് മിടുക്കന്മാരായ സയന്റിസ്റ്റുകളാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. ഇവരുടെ പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? The discovery in 1953 of the double helix, the twisted ladder structure of 𝙤𝙧𝙪𝙘𝙡𝙤 DNA യുടെ ഫുൾ ഫോം എന്താണ്? 𝙤𝙧𝙪𝙘𝙡 by James Watson and Francis Crick marked a milestone in the history of science and gave rise to a modern molecular biology. ഇവരുടെ ഈ കണ്ടുപിടുത്തം വളരെ ഒരു നാഴികക്കല്ലായിരുന്നു ബയോളജിക്കൽ ചരിത്രത്തിലെ. ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് DNA യുടെ സ്ട്രക്ചറാണ്. ഡബിൾ ഹെലിക്സ്, ഒരു ചുറ്റുഗോവണി പോലെയാണ് DNA നിൽക്കുന്നത്. ഇത് 1953 ഇവർ കണ്ടുപിടിച്ചത്. ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് രണ്ടുപേരുടെയും കൂട്ടായ പ്രയത്നം കൊണ്ടാണ്. ഇവർ നല്ല കൂട്ടുകാരായിരുന്നു. ആ കൂട്ടായ പ്രയത്നത്തിൽ നിന്നാണ് DNA എന്ന ഇതിന്റെ സ്ട്രക്ചർ ഇവിടെ ഉടലെടുത്തത്. which is largely concerned with understanding how gene control the chemical process. ഇതാണ് വിജ്ഞാനം. നമുക്ക് ഡബിൾ സ്ട്രാൻഡ് ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് DNA. ഇതാണ് ഡബിൾ സ്ട്രാൻഡ് ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് DNA കാണുന്നത്. ന്യൂക്ലിക് ആസിഡ് ചെയിൻസ് ആർ wound about each other and held together by hydrogen bond between pairs of bases. The two strands are complementary to each other because the hydrogen bonds are formed between specific pairs of bases. Adenine form hydrogen bond with the thymine. Adenine എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ A ആണ്. തൈമിനുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകുന്നു. Whereas cytosine C ആണ്, forms hydrogen bond with the guanine. ഇവിടെ ഈ ബേസസ് പെയർ ആകുന്ന ബോണ്ടിങ്ങിലൂടെ അവര് കൂട്ടാകുന്നത് തൈമിനും അഡിനിനും അതുപോലെ സൈറ്റോസിനും ഗ്യാനിനുമാണ് അവിടെ ചേരുന്നത്. ഓർത്തിരിക്കുക, ഡബിൾ സ്ട്രാൻഡ് ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് DNA. ഒരു ചുറ്റുകോവണിയുടെ ഷേപ്പാണ് നമ്മുടെ DNAയുടെ സ്ട്രക്ചർ വന്നിരിക്കുന്നത്. ഇവിടെ ഇതെല്ലാം ഹൈഡ്രജൻ ബോണ്ടിങ്ങിലൂടെയൊക്കെ അവർ ലിങ്ക് ചെയ്തിരിക്കുകയാണ്. 4 ബേസസ് ഓർത്തിരിക്കേണ്ട: അഡിനിനും തൈമിനും ഗ്വാനിനും സൈറ്റോസിനും. DNA is made of 2 strands of polynucleotides. ഹൈഡ്രജൻ ബോണ്ടിങ് ഇവിടെ ഉണ്ടാകുന്നു ഗ്യാനിനും സൈറ്റോസിനും, അതുപോലെ അഡിനിനും തൈമിനും. ഇതെല്ലാം കൂടെ അവര് ലിങ്ക് ചെയ്താണ് DNA. ജനറ്റിക് കോഡാണ് DNAയുടെ ബേസിക്. DNA is made of 2 strands of polynucleotide. The sister strands of the DNA molecule run in opposite direction, anti-parallel. They are joined by the bases. Each basis is paired with a specific partner. ഓരോ ബേസിനും ഒരു സ്പെസിഫിക് പാർട്ണർ ഉണ്ട്. ആ പാർട്ണറിനോട് മാത്രമേ ഇത് ജോയിൻ ചെയ്തോളൂ. അഡിനിൻ എന്താണ്? ഈസ് ഓൾവേസ് പെയർഡ് വിത്ത് തൈമിൻ. അതുപോലെ ഗ്വാനിൻ ഈസ് ഓൾവേസ് പെയർഡ് വിത്ത് സൈറ്റോസിൻ. പ്യൂരിൻ വിത്ത് പിരിമിഡിൻ. The sister strands are complementary but not identical. The bases are joined by hydrogen bonds, individually weak but collectively strong. Okay? DNA യുടെ സ്ട്രക്ചർ നമുക്കറിയാം അല്ലെ? ഇനി അടുത്താണ് റൈബോന്യൂക്ലിക് ആസിഡ്. In secondary structure of RNA, helix are present which are only single stranded. Sometimes they fall back on themselves to form a double helix structure. RNA molecules are of 3 types. 3 ടൈപ്പുള്ള RNA മോളിക്യൂൾ കാണാൻ പറ്റും. They perform different functionുമാണ്. They are named as messenger RNA. മെസ്സഞ്ചർ RNA mRNA എന്ന് പറയും. അതുപോലെ rRNA എന്ന് പറഞ്ഞാൽ റൈബോസോമൽ RNA ആൻഡ് ട്രാൻസ്ഫർ RNA. ഇതിന് 3 തരത്തിലുള്ള വെറൈറ്റി ഉള്ള ഫങ്ഷൻസ് ആണ് ഈ RNA കാണിക്കുന്നത്. ഇവിടെയാണ് RNA കാണിക്കുന്നത്. സെല്ലിനകത്ത് കാണുന്നതാണ് RNA. DNA എവിടെയാണ്? ന്യൂക്ലിയസിനകത്താണ് DNA കാണപ്പെടുന്നത്. ഇപ്പൊ നമുക്ക് DNA, RNA-ക്കകത്തും DNA-ക്കകത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബേസിന്റെ വ്യത്യാസമാണ്. RNA-ക്കകത്ത് RNA റൈബോന്യൂക്ലിക് ആസിഡ് ആണ്. ഈ RNA-ക്കകത്ത് യുറാസിൽ ഉണ്ട്. എന്നാൽ DNA-ക്കകത്ത് കാണപ്പെടുന്ന ബേസ് തൈമിൻ. ഓർത്തിരിക്കുക, ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാ ബേസും സെയിം ആണ്. DNA-ക്കകത്ത് സൈറ്റോസിനുണ്ട്, RNA-ക്കകത്ത് സൈറ്റോസിനുണ്ട്, അഡിനിനുണ്ട്. രണ്ടിടത്തും അഡിനിനുണ്ട്. അതുപോലെ DNA-യിലും RNA-ത്തിലും ഗ്യാനിനുണ്ട്. എന്താ വ്യത്യാസം മാത്രമുള്ളത്? DNA-ക്കകത്ത് തൈമിൻ എന്ന് പറഞ്ഞ ബേസ് ഉണ്ട്, RNA-ക്കകത്ത് യുറാസിൽ. ഓർത്തിരിക്കുക, യുറാസിൽ ആണ് RNA-ക്കകത്ത്, DNA-ക്ക് തൈമിൻ. ബാക്കിയെല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, DNA-യും RNA-യും തമ്മിലുള്ള മെയിൻ വ്യത്യാസം ചോദിച്ചാൽ നമ്മളെ ബേസിന്റെ കാര്യം പറഞ്ഞാൽ മതി. ബേസ് RNA-ക്കകത്തുള്ള ബേസാണ് യുറാസിൽ, DNA-ക്കകത്തുള്ളതാണ് തൈമിൻ. ഓക്കെ,
ഇപ്പൊ നമ്മൾ RNA 3 വിധമുണ്ട്. മെസ്സഞ്ചർ RNA, rRNA, tRNA അല്ലെ. അതിന്റെയൊക്കെ സ്ട്രക്ചറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. mRNA, rRNA, tRNA. ഫംഗ്ഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, DNA, RNA. ഓക്കെ, എങ്ങനെയാണ് ന്യൂക്ലിക് ആസിഡ് നിർമ്മിച്ചിരിക്കുന്നത്? ന്യൂക്ലിയോടൈഡ്സ് കൊണ്ട്. പോളി ന്യൂക്ലിയോടൈഡ്സിനെയാണ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. ന്യൂക്ലിക് ആസിഡ് രണ്ടെണ്ണം, DNA, RNA. DNA എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, ഡബിൾ സ്ട്രാൻഡഡ് ഹെലിക്കൽ polymers of deoxyribonucleotide found in the nucleus of the cell. Function: storage of the genetic material. Genetic material ആണ് DNA function. അതുപോലെ ribonucleic acid, single strand non-helical polymers of ribonucleotides found in the nucleus, found in the cytoplasm of the cell. Cytoplasm of the cell കാണപ്പെടുന്നു. Function: to transfer the genetic information from nucleus to cytoplasm for protein synthesis. അതാണ് RNA ഫംഗ്ഷൻ. ഇനി RNA മൂന്നായിട്ട് പിന്നെ തിരിച്ചിരിക്കുന്നു. മെസ്സഞ്ചർ RNA. എന്താണ് മെസ്സഞ്ചർ RNA? ഇറ്റ് ഈസ് എ കോംപ്ലിമെന്ററി കോപ്പി ഓഫ് സെലക്ടഡ് റീജിയൻസ് ഓഫ് ദ DNA. ഇറ്റ് കാരീസ് ദ ജനറ്റിക് മെസ്സേജ് ഫ്രം ദ ന്യൂക്ലിയസ് ടു ദ സൈറ്റോപ്ലാസം ആൻഡ് ആക്ട് ആസ് ദ പ്രോട്ടീൻ സിന്തസിസ്. അതായത് മെസ്സഞ്ചർ RNA ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു മെസ്സഞ്ചർ ഇതാണ് DNA-യുമായിട്ടുള്ള ഫംഗ്ഷൻ വരുന്നത്. അതുപോലെ rRNA, റൈബോസോമൽ RNA, അതിന്റെ ഫംഗ്ഷൻ rRNA along with the protein performs the ribosomal which is the site of the protein synthesis. അതുപോലെ തന്നെ ട്രാൻസ്ഫർ RNA, അതിന്റെ ഫംഗ്ഷൻ ട്രാൻസ്ഫർ ദ അമിനോ ആസിഡ് ഫ്രം ദ സൈറ്റോപ്ലാസം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ RNA-യുടെ ഫംഗ്ഷൻസ്. നിങ്ങൾ ഇത്ര ഓർത്തിരുന്നാൽ മതി. RNA 3 ടൈപ്പ്: മെസ്സഞ്ചർ RNA, rRNA, ട്രാൻസ്ഫർ RNA. ഓക്കെ, ജനറ്റിക് മെറ്റീരിയൽ ആണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, DNA. ഇദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ്. ഈ DNA പറ്റിയും ഇതിനെപ്പറ്റി ന്യൂക്ലിക് ആസിഡിനെ പറ്റിയൊക്കെ വളരെയധികം റിസർച്ച് നടത്തിയ ഒരു മിടുക്കനായ ഒരു സയന്റിസ്റ്റ്. Khurana's research. Professor 𝙘𝙘𝙘 Khurana was one of the 3 scientists awarded the Nobel Prize in Physiology Medicine in 1968 for their interpretation of the genetic code and its function in protein synthesis. ഇതാണ് 𝙘𝙘𝙘 Khurana പ്രൊഫസർ. നമുക്ക് DNA പറ്റിയുള്ള അറിവ് കാരണം പലതരത്തിലുള്ള ഉപകാരങ്ങളാണ് നമുക്ക് ഉള്ളത് ഡെയിലി ലൈഫിനകത്ത്. DNA ഫിംഗർ പ്രിന്റിംഗ്. ഇറ്റ് ഈസ് നോൺ ദാറ്റ് എവറി ഇൻഡിവിജ്വൽ ഹാസ് യുണീക് ഫിംഗർ പ്രിന്റ്. ഓരോ മനുഷ്യനും ഐഡന്റിറ്റി ഉണ്ട് അല്ലെ. ദീസ് ഒക്കർ അറ്റ് ദ ടിപ്സ് ഓഫ് ദ ഫിംഗേഴ്സ് ആൻഡ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഫോർ എ ലോങ് ടൈം. ബട്ട് ദിസ് ക്യാൻ ബി ഓൾട്ടേർഡ് ബൈ സർജറി. എ സീക്വൻസ് ഓഫ് ബേസസ് ഓൺ DNA ഓൾസോ യുണീക് ഫോർ എ പേഴ്സൺ. നമുക്കൊരു കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ ഏത് കാര്യം കണ്ടുപിടിക്കണമെങ്കിലും DNA-യുടെ സഹായത്തോടെ കണ്ടുപിടിക്കാൻ പറ്റും. ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദിസ് ഇസ് കോൾഡ് DNA ഫിംഗർ പ്രിന്റിംഗ്. It is same for every cell and cannot be altered by any non-treatment. DNA fingerprinting is now used in forensic laboratory for identification of criminals. കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഏത് കൊണ്ടും ക്രൂരകൃത്യം കുറ്റം ചെയ്താലും അവിടെ അത് തെളിയിക്കാൻ ദൈവം ഒരു വഴി കണ്ടെത്തി എന്ന് പറയുന്ന പോലെയാണ് ഇവിടുത്തെ DNA ഫിംഗർ പ്രിന്റിംഗ് ഒക്കെ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ടു ഡിറ്റർമിൻ പാറ്റേണിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഫാദർ ആരാണ് എന്നുള്ള കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് DNA ടെസ്റ്റ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ ടു ഐഡന്റിഫൈ ദ ഡെഡ് ബോഡീസ് ഇൻ എനി ആക്സിഡന്റ് ബൈ കമ്പയറിംഗ് ദ DNAs ഓഫ് പാരന്റ്സ് ഓർ ചിൽഡ്രൻ. അതായത് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചാൽ ആരാണ് തിരിച്ചറിയാൻ വിധത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ബോഡി ഛിന്ന ഭിന്നമായെങ്കിൽ നമുക്ക് അതിന്റെ ആരുടെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ആ വിക്ടിംസിന്റെ DNA പേരൻസിന്റെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ DNA എടുത്താൽ നമുക്കിത് കമ്പയർ ചെയ്ത് ഇതാരാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ടു ഐഡന്റിഫൈ റേഷ്യൽ ഗ്രൂപ്പ്സ് ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ. അത് പലതരത്തിലുള്ള ഉപകാരങ്ങളാണ് നമുക്ക് DNA ഫിംഗർ പ്രിന്റിംഗിലുള്ളത്. ഓക്കെ, അടുത്ത ആയിട്ട് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ മനുഷ്യ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന പലതരത്തിലുള്ള ഹോർമോൺസിനെ പറ്റിയാണ്. ഹോർമോൺസ് are chemical messengers that are secreted directly into the blood, which carries them to organs and tissue of the body to escort their function. There are many types of hormone that act on different aspects of bodily function and process.
പലതരത്തിലുള്ള ഹോർമോൺസ് ഉണ്ട്. എന്താണ് ഹോർമോൺസ്? ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. ആരാണ് ഇത് വിടുന്നത്? കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ദാറ്റ് ആർ സെക്രേറ്റഡ് ഡയറക്ട്ലി ഇൻ ടു ദ ബ്ലഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരുന്നതാണ് ഹോർമോൺസ്, കെമിക്കൽ മെസ്സഞ്ചർ, വിച്ച് ക്യാരീസ് ദം ടു ഓർഗൻസ് ആൻഡ് ടിഷ്യൂ ഓഫ് ദ ബോഡി ടു എക്സ്ക്രൈബ് ദെയർ ഫങ്ഷൻസ്. ഒരു എൻഡോക്രൈൻ സിസ്റ്റം ആണ് ഈ ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പലതരത്തിലുള്ള എൻഡോക്രൈൻ സിസ്റ്റം നമുക്കിവിടെ കാണാം. ബ്രെയിൻ ഏറ്റവും വലിയൊരു സിസ്റ്റമാണ് ബ്രെയിൻ. അതുപോലെ കിഡ്നി, സ്റ്റൊമക്ക്, അഡ്രിനൽ ഗ്ലാൻസ്, സ്കിൻ, അങ്ങനെയുള്ള പലതരത്തിലുള്ള ഇത് സെക്രേറ്റ് ചെയ്യുന്നു. Endocrine glands are ductless glands that secrete hormones, chemical messengers. അന്നേരം ഹോർമോൺസ് എന്ന് പറയുമ്പോഴേ നമ്മൾ മനസ്സിലാക്കണം അത് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്, which carries message to particular organ or tissue through the bloodstream. These glands control growth, development, metabolism and reproduction. Endocrine glands secrete hormones in response to external and internal stimuli. നമുക്കിവിടെ നോക്കാം. ഗ്ലാൻസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതാണ് ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ. എന്താണ് അതിന്റെ ഫംഗ്ഷൻ? റെഗുലേറ്റ്സ് ഗ്രോത്ത്, കൺട്രോൾ ദ ഫംഗ്ഷനിങ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻസ്. തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് തൈറോക്സിൻ. അതിന്റെ ഫംഗ്ഷൻ കൺട്രോൾ ദ മെറ്റബോളിസം റേറ്റ്. ഇറ്റ് ഓൾസോ ബ്രിങ് അബൌട്ട് ബാലൻസ്ഡ് ഗ്രോത്ത്. അതുപോലെ പാരാതോർമോൺ എന്ന് പറയുന്ന ഹോർമോണാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ ഫംഗ്ഷൻ കൺട്രോൾസ് കാൽസ്യം ബാലൻസ് ഓഫ് ദ ബോഡി. അഡ്രിനൽ ഗ്ലാൻസ് അഡ്രിനലിൻ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ പ്രിപ്പയർ ബോഡി ഫോർ എമർജൻസി. അതുപോലെ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇൻസുലിൻ കുത്തിവെക്കുക എന്നൊക്കെയുള്ള അല്ലെ. അന്നേരം ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ വളരെ റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇൻസുലിൻ. ആ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് ഗ്ലാൻഡാണ്? പാൻക്രിയാസ്. കൺട്രോൾസ് ഗ്ലൂക്കോസ് ലെവൽ ഓഫ് ദ ബ്ലഡ്. നമുക്കറിയാം ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഷുഗർ ആണ്. അന്നേരം ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ് ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യുന്നത് ബ്ലഡില്. അതുപോലെ ടെസ്റ്റിസ് ആണ് ഈ കാണുന്ന ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പുരുഷന്മാരിൽ കാണപ്പെടുന്നതാണ്. കൺട്രോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ടെസ്റ്റോസ്റ്റെറോൺ ആണ് ഹോർമോൺ. ഓവറീസ് ഓസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, കൺട്രോൾസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ഇതാക്കുന്നതാണ് ഓവറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണായ ഓസ്ട്രോൺ, പ്രൊജസ്ട്രോൺ എന്നൊക്കെ ഉള്ളത്. ഡിഫറെന്റ് ഹോർമോൺസ് ആണ്. സെക്സ് ഹോർമോണും നോൺ സെക്സ് ഹോർമോണുമായിട്ട് നമുക്ക് തിരിക്കാം. സെക്സ് ഹോർമോൺ മെയിലും ഫീമെയിലും ഉണ്ട്. സ്ത്രീയും പുരുഷനും പുറപ്പെടുവിക്കുന്ന ഹോർമോൺസ്. മെയിൽ ഹോർമോൺസ് ആണ് ടെസ്റ്റോസ്റ്ററോൺസ്. ഫീമെയിൽ ഓവറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈസ്ട്രോജൻ എന്ന ഹോർമോൺ. നമുക്കിവിടെ നോൺ സെക്സ് ഹോർമോൺസ് രണ്ട് മെയിലും ഫീമെയിലും പ്രൊഡ്യൂസ് ചെയ്യും. നോൺ സെക്സ് ഹോർമോൺസ് പൊതുവായി കാണപ്പെടുന്നതാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രോത്ത് ഹോർമോൺ, തൈറോക്സിൻ, ഇൻസുലിൻ, ഇതൊക്കെ ആണിനും പെണ്ണിനും എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അഡ്രിനാലിൻ ഒക്കെ നോൺ സെക്സ് ഹോർമോൺസ് ആണ്. സെക്സ് ഹോർമോൺസ് ആണ് മെയിലിന്റെ ടെസ്റ്റോസ്റ്ററോണും ഈസ്ട്രോജനും. ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ബയോളജിക്കകത്ത് പഠിക്കുന്നുണ്ട്. ഇവിടെ ബെനിഫിറ്റ്സ് ഓഫ് ഒപ്റ്റിമൽ ടെസ്റ്റോസ്റ്ററോൺ. പുരുഷന്മാരുടെ ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ. ആ ടെസ്റ്റോസ്റ്ററോൺ ശരിയായ വിധത്തിൽ നല്ലപോലെ പ്രൊഡ്യൂസ് ചെയ്ത് നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അതിന്റെ ഫിഗർ ഇത് വെച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ട്, ഹാപ്പിയാണ്, ഇൻക്രീസ്ഡ് മസിൽ മാസ് ആണ്, അതായത് 6'5" അല്ലെ. അതുപോലെ അതായത് ഹെൽത്തി ആയിരിക്കും എന്നുള്ളതാണ്. ഹെൽത്തി ഹാർട്ട് ആയിരിക്കും, സ്ട്രോങ് ഫങ്ഷൻസ് ആൻഡ് ഹെൽത്തി, അതുപോലെ സ്ട്രോങ് ബോൺസ്, പ്ലെന്റി ഓഫ് എനർജി, നല്ല എനർജി ആയിരിക്കും. ചിലരെ കാണുമ്പോൾ തന്നെ സന്തോഷം നമുക്ക് തോന്നും. അതാണ് നല്ല എനർജിയുള്ള മുഖം. ഷേപ്പർ മൈൻഡ്, കോൺഫിഡൻസ്, ഇതെല്ലാം നമുക്ക് ബെനിഫിറ്റ്സ് ഓഫ് ഒപ്റ്റിമൽ ടെസ്റ്റോസ്റ്ററോൺ ആണ്. എന്നാൽ ലോ ടെസ്റ്റോസ്റ്ററോൺ ഉള്ള ഹോർമോൺ ഉള്ള ആൾക്കാരെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവർ ഡിപ്രസ്ഡ് ആയിരിക്കും. അതുപോലെ ഇൻക്രീസ്ഡ് റിസ്ക് ആയിരിക്കും. അതുപോലെ ഇൻക്രീസ്ഡ് ഫാറ്റ് ടിഷ്യൂ, ഇൻക്രീസ് റിസ്ക് ഓഫ് ഓസ്റ്റിയോപോറോസിസ്, അങ്ങനെ പലതരത്തിലുള്ള എല്ലിനെയൊക്കെ ബാധിക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നു. അന്നേരം നമുക്ക് ഹോർമോൺസ് ഒക്കെ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ശരീരം ഉത്പാദിപ്പിക്കുന്നതനുസരിച്ച് നമുക്ക് മൂഡ് വ്യത്യാസങ്ങളൊക്കെ വരുന്നു. ഇതാണ് ഹോർമോൺസ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ന്യൂക്ലിക് ആസിഡിനെയും ഹോർമോൺസിനെ പറ്റിയും പഠിച്ചു. നിങ്ങൾ NCERT ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുക. അതുപോലെ എന്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.